പ്രസവശേഷമുള്ള സെക്സിനെ കുറിച്ച് ദമ്പതികൾക്കിടയിൽ പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. പേടി കൊണ്ടും ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടും ലൈംഗികതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് ഭൂരിഭാഗം ദമ്പതികളും. ഗർഭിണിയായിരിക്കുമ്പോൾ പല മാറ്റങ്ങളിലൂടെയാണ് സ്ത്രീ ശരീരം കടന്നു പോകുന്നത്. പ്രസവശേഷം ശരീരം പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ പരിചരണം അത്യാവശ്യമാണ്. പ്രസവം കഴിഞ്ഞ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കാവുന്ന രക്തസ്രാവവും മുറിവുകളുമെല്ലാം വലിയ അസ്വസ്ഥതകളാകും ശരീരത്തിൽ സൃഷ്ടിക്കുക. പ്രസവം കഴിഞ്ഞ് എത്ര ദിവസം കഴിയുമ്പോൾ സെക്സ് പുനരാരംഭിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രസവം, അബോർഷൻ, അതുപോലെ തന്നെ DNC എല്ലാം കഴിഞ്ഞ പങ്കാളിയുമായുള്ള സെക്സിന് യോനിസ്രവം നിലയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പ്രസവത്തിനും അബോർഷനും ശേഷമുള്ള ആദ്യ ആഴ്ചകളിൽ ബ്ലീഡിംഗ് വിവിധ സ്റ്റേജുകളിലായിരിക്കും. ഈ സമയം സ്പോഞ്ചിനേക്കാൾ മൃദുലമായ ഗർഭപാത്രത്തിൽ കുഞ്ഞു മുറിവുകളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കുഞ്ഞ് ഇൻഫെക്ഷൻ പോലും വലിയ സങ്കീർണതകളിലേക്ക് പോകാം. അതിനാൽ യോനിസ്രവം നിലയ്ക്കുന്നത് വരെ ലൈംഗിക ബന്ധം ഒഴിവാക്കുക തന്നെ ചെയ്യുക. ഇപ്പോൾ കോണ്ടം യൂസ് ചെയ്താൽ പോരെ എന്നൊരു ഡൗട്ട് വരാം. പറ്റുമെങ്കിൽ ഇതും ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം കോണ്ടം യൂസ് ചെയ്യുന്നത് മൂലം അലർജി ഉണ്ടാവാൻ കാരണമാവുന്നു. ഇത് വളരെ സോഫ്റ്റ് ആയ യോനി ഭാഗങ്ങളിലും യോനിയിലെ മുറിവിലെല്ലാം ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാക്കുന്നു. പ്രസവം സിസേറിയൻ ആണെങ്കിലും സാധാരണ പ്രസവമാണെങ്കിലും സെക്സ് പുനരാരംഭിക്കാൻ 4 മുതൽ 6 ആഴ്ച വരെ കാത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രസവം കഴിഞ്ഞയുടൻ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ നിരക്ക് വളരെ കുറവായിരിക്കും. കൂടാതെ മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പ്രോലാക്റ്റിൻ ഹോർമോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ പ്രഭാവം കുറയ്ക്കും. ഇത് ചെറിയ രീതിയിൽ ലൈംഗിക താല്പര്യക്കുറവിന് കാരണമാകാം. യോനിഭാഗത്ത് അനുഭവപ്പെടുന്ന വരൾച്ച ഈ ഹോർമോണുകളുടെ പ്രവർത്തന വ്യത്യാസം കാരണം ഉണ്ടാവുന്നതാണ്. പോസ്റ്റ് പാർട്ടം ബ്ലൂസ് അഥവാ പ്രസവശേഷം 2-3 ദിവസത്തിനുള്ളിൽ എപ്പോഴും സങ്കടവും കരച്ചിലും ആയിരിക്കും. 1-2 ആഴ്ച കൊണ്ട് തനിയെ അത് മാറുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവസ്ഥയിലും ലൈംഗിക താല്പര്യം കുറവായിരിക്കാം. ഇവർക്കും ലൈംഗികത ആസ്വദിക്കാനുള്ള മൂഡ് ഉണ്ടാകാൻ കുറച്ച് സമയമെടുക്കും. ഇനി യോനിസ്രവം നിലച്ച് സെക്സ് പുനരാരംഭിക്കുമ്പോൾ പേഴ്സണൽ ഹൈജീൻ ഉറപ്പായും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.